നമ്മുടെ കർണാടക ഗവൺമെന്റ് തൊട്ടയൽപക്കമാണ്. നമ്മുടെ കർണാടക ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി ശ്രീ സിദ്ധാരാമയ്യ ഇന്ന് എനിക്ക് കൊടുത്തയച്ച ഒരു കത്തുണ്ട്. ഗവൺമെന്റ് ഓഫ് കർണാടക as promised earlier in my letters to you is happy to sanction rupees 20 crore towards the construction of 100 houses as sponsorship assistance towards providing shelter and stability to the affected families of landslide victims of വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന ആദ്യഘട്ട വീടുകൾ ഫെബ്രുവരി 28-ന് കൈമാറും. ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്ന 50 വീടുകളുടെ നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. ഫെബ്രുവരി 28 ഞങ്ങള് അത് കൈമാറും. മാക്സിമം കുറയില്ല. നമ്മൾ തീരുമാനിച്ച് 50ന്റെ മുകളിലുള്ള വീടുകൾ ഞങ്ങള് ഫെബ്രുവരി 28-ന് കൈമാറും. 3 സോണുകളായി 105-ലധികം വീടുകളാണ് മുസ്ലിം ലീഗ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇനി ഞങ്ങളുടെ സ്ഥലം കിട്ടാൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷനാണ് സ്ഥലത്തിന്റെ. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അപ്പൊ 300 വീടാവും. അപ്പൊ ആകെ 400 വീടേ നിർമ്മിക്കത്തേ ഉള്ളൂ. അപ്പൊ 300 വീട് നിർമ്മിക്കുന്നത് UDF ആയിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ സർക്കാർ ബാങ്കിലിട്ടിരിക്കുന്ന 742 കോടി രൂപ ഇപ്പോഴും ചികിത്സാ ചെലവ് കൊടുക്കുന്നില്ല. അവിടെ ഇപ്പോഴും റെന്റ് കൊടുക്കുന്നില്ല പലർക്കും. അപ്പൊ ആ കാശാണ് സർക്കാർ എന്ത് ചെയ്യുക? അതാണ് ചോദ്യം.